ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നാളെ. CP രാധാകൃഷ്ണൻ NDA സ്ഥാനാർത്ഥി. പ്രതിപക്ഷത്തു നിന്നും B സുദർശൻ റെഡ്ഡി മത്സരിക്കും. പാലക്കാട് സ്മാർട്ട് സിറ്റി നിർമ്മാണത്തോടനുബന്ധിച്ചുള്ള വ്യവസായ ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സ്മാർട്ട് സിറ്റിയുടെ വികസന സാധ്യതകൾ ചർച്ചയാകും. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക ഘോഷയാത്ര ഗവർണർ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള തൃശൂരിലെ പുലികളി ഇന്നുച്ചയ്ക്ക് ശേഷം. ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അധ്യാപക സമൂഹത്തിന്റെ പ്രവർത്തനം തലമുറകളുടെ നവനിർമ്മിതിക്കായെന്ന് മന്ത്രി V ശിവൻകുട്ടി. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ 17ാമത് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് നാളെ. വോട്ടെണ്ണലും നാളെയാണ്. ഇരുസഭകളിൽ നിന്നുള്ള 788 വോട്ടർമാരുടെ ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തീരുമാനിക്കുക. മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനാണ് NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിയാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി. ചരക്കു സേവന നികുതി പരിഷ്കാരങ്ങൾ ഊർജ്ജ മേഖലയ്ക്ക് കരുത്തു പകരുമെന്ന് കേന്ദ്ര സർക്കാർ. പുനരുപയോഗ ഊർജ്ജ ഉപകരണങ്ങളുടെ GST 12% നിന്നും 5% കുറച്ചു. ഇത് പദ്ധതി ചെലവ് കുറയ്ക്കുമെന്നും വീടുകൾക്കും വ്യവസായങ്ങൾക്കും ഹരിത സാങ്കേതിക വിദ്യകൾ കൂടുതൽ താങ്ങാനാവുന്നതാക്കി മാറ്റുമെന്നുമാണ് വിലയിരുത്തൽ. കവിയും ഗായകനുമായ ഭൂപൻ ഹസാരികയുടെ ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭൂപൻ ഹസാരികയുടെ ജീവിതവും സംഗീതവും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമായിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര സർക്കാർ പദ്ധതിയായ പാലക്കാട് സ്മാർട്ട് സിറ്റിയുടെ വികസന സാധ്യതകൾ വിലയിരുത്തുന്ന വ്യവസായ ഉച്ചകോടി ഇന്ന് നടക്കും. കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം സംഘടിപ്പിക്കുന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. പദ്ധതിയുടെ രൂപരേഖയും കേരളത്തിന്റെ വ്യാവസായിക വികസനവും ചർച്ചയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ദേശീയ വ്യവസായ ഇടനാഴിയുടെ ഭാഗമായാണ് സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പാക്കുന്നത്. കഞ്ചിക്കോട് മേഖലയിലെ വ്യവസായ സ്ഥാപനങ്ങൾക്കും സംരംഭകർക്കും പദ്ധതിയെക്കുറിച്ച് അവബോധം നൽകാൻ ലക്ഷ്യമിട്ടാണ് ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വ്യവസായ വികസനത്തിനായുള്ള ചർച്ചകൾ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി P രാജീവ് കേരളത്തിലെ വ്യവസായ വിപ്ലവം എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. മന്ത്രി MP രാജേഷ് സംരംഭക സൗഹൃദ അന്തരീക്ഷം എന്ന വിഷയത്തിൽ സംസാരിക്കും. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം സ്വദേശിനി ശോഭനയാണ് മരിച്ചത്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് കഴിഞ്ഞ 2 മാസങ്ങളിൽ 5 പേരാണ് മരിച്ചത്. നിലവിൽ 10 പേരാണ് കോഴിക്കോട് ചികിത്സയിലുള്ളത്. ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. തലമുറകളുടെ നവനിർമ്മിതിക്കായി പ്രവർത്തിക്കുന്ന അധ്യാപക സമൂഹം സർവദാ സമാദരണീയരാണെന്ന് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, സെക്കൻഡറി വിഭാഗങ്ങളിൽ 5 അധ്യാപകർക്കും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 4 അധ്യാപകർക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 3 അധ്യാപകർക്കുമാണ് പുരസ്കാരങ്ങൾ. മറ്റന്നാൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. അധ്യാപക യോഗ്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി പ്രകാരം വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിൽ വരുന്നതിന് മുൻപ് നിയമിക്കപ്പെട്ട അധ്യാപകർക്ക് സ്ഥാനക്കയറ്റത്തിന് ടെറ്റ് യോഗ്യത നിർബന്ധമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. വിധി ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നും മന്ത്രി പറഞ്ഞു. വിധിയിൽ വ്യക്തത തേടി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കുകയോ പുനഃപരിശോധനാ ഹർജി നൽകുകയോ ചെയ്യുമെന്നും ശ്രീ ശിവൻകുട്ടി അറിയിച്ചു. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് ഈ മാസം 15-ന് തുടക്കമാകും. ഒക്ടോബർ 10 വരെ 12 ദിവസം സഭ സമ്മേളിക്കും. ആദ്യ ദിനം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, വാഴൂർ സോമൻ MLA എന്നിവർക്ക് അനുശോചനം അർപ്പിച്ച് സഭ പിരിയും. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്ര നാളെ തലസ്ഥാന നഗരിയിൽ നടക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഓണം ഘോഷയാത്രയോടനുബന്ധിച്ച് 2 മണി മുതൽ നഗരത്തിൽ വിപുലമായ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. വിശദാംശങ്ങളിലേക്ക്.
വെള്ളയമ്പലത്ത് നിന്ന് കിഴക്കേക്കോട്ട വരെ നീളുന്ന ഘോഷയാത്രയിൽ 1000-ലധികം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക കലാരൂപങ്ങളുടെ അകമ്പടിയോടെ 60ഓളം ഫ്ലോട്ടുകളാണ് ഉണ്ടാവുക. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളും അണിനിരക്കും. പൊതുജനങ്ങൾക്ക് ഘോഷയാത്ര വീക്ഷിക്കുന്നതിന് പ്രത്യേക സൌകര്യമുണ്ടാകും. നാളെ കവടിയാർ മുതൽ കിഴക്കേക്കോട്ട ഈഞ്ചക്കൽ വരെയുള്ള റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഘോഷയാത്ര കടന്നുപോകുന്ന പ്രധാന റോഡുകളിലും ഇടറോഡുകളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ ഡ്രൈവറുടെ മൊബൈൽ നമ്പർ പ്രദർശിപ്പിക്കണം. ട്രാഫിക് ക്രമീകരണങ്ങളുടെ വിവരങ്ങൾക്ക് 0455-855-8731 എന്ന നമ്പറിലും 9497930055 എന്ന നമ്പറിലും ബന്ധപ്പെടേണ്ടതാണ്. നാളെ ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം നഗരത്തിലെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം നാളെ. വള്ളംകളിയുടെ അവസാനഘട്ട ഒരുക്കങ്ങൾ മന്ത്രി വീണ ജോർജ് വിലയിരുത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ലോക ഫിസിയോതെറാപ്പി ദിനം. ആരോഗ്യകരമായ വാർദ്ധക്യം, ബലഹീനതയും അപകടങ്ങളും തടയുന്നതിൽ ശ്രദ്ധിക്കാം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. മനുഷ്യ ശരീരത്തിന്റെ ഘടനയെയും പ്രവർത്തനങ്ങളെയും ശാസ്ത്രീയമായി ആധാരമാക്കി രൂപകൽപ്പന ചെയ്ത ചികിത്സാരീതിയാണ് ഫിസിയോതെറാപ്പി. പ്രായമാകുന്നവരിൽ സന്തുലിതാവസ്ഥ, ചലനശേഷി എന്നിവ നിലനിർത്തുന്നതിൽ ഫിസിയോതെറാപ്പിയുടെ പങ്ക് നിർണായകമാണ്. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. നീതിയുക്തവും സമാധാനപരവും സുസ്ഥിരവുമായ ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിൽ സാക്ഷരതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിനായാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 8-ന് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരത പ്രോത്സാഹിപ്പിക്കൽ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 1991-ൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമായി മാറിയ കേരളം ഇന്ന് രാജ്യത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമെന്ന നേട്ടം കൈവരിച്ച് മുന്നേറ്റം തുടരുകയാണ്. ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള തൃശൂരിലെ പുലികളി ഇന്നുച്ചയ്ക്കു ശേഷം നടക്കും. പുലിമടകളിൽ പുലിക്കളിക്കുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. ഇന്നലെ മുതൽ പുലിച്ഛായങ്ങൾ ഒരുക്കൽ ആരംഭിച്ചിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. അരമണി കിലുക്കി കുടവയർ കുലുക്കി എത്തുന്ന പുലിക്കൂട്ടങ്ങൾ സ്വരാജ് റൌണ്ട് കീഴടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇന്ന് വൈകുന്നേരം 4:30 സ്വരാജ് റൌണ്ടിലേക്ക് പുലിക്കൂട്ടങ്ങൾ ഇറങ്ങുമ്പോൾ വീറും വാശിയും മാറ്റുരയ്ക്കും. 8 മണിക്കൂറുകളെടുത്താണ് ഓരോ പുലികളും ചായം പൂശി തയ്യാറാവുന്നത്. 9 സംഘങ്ങളാണ് ഇക്കുറി പുലിക്കളിക്ക് ചുവടുവെക്കുന്നത്. ഒരു പുലിക്കളി സംഘത്തിൽ 35 മുതൽ 51 വരെ പുലികളും ഒരു നിശ്ചല ദൃശ്യവും ഒരു പുലിവണ്ടിയും ഉണ്ടായിരിക്കും. പൂരപ്പൊലിമ കഴിഞ്ഞാൽ പുലിപ്പെരുമയാർന്ന തൃശൂരിലേക്ക് പുലിവേഷം കെട്ടി താളം ചവിട്ടുന്ന പുലിപ്പടയെ കാണാൻ കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി ആസ്വാദകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യരിലും മൃഗങ്ങളിലും നിപ വൈറസ് ബാധ കണ്ടെത്തുന്നതിനുള്ള സ്യൂഡോ വൈറസ് പരിശോധനാ സംവിധാനം വികസിപ്പിച്ച തിരുവനന്തപുരത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനങ്ങൾ ഏറെ അഭിമാനകരമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം സംക്രമിപ്പിക്കുന്ന മൃഗങ്ങളെ കണ്ടെത്താൻ സ്യൂഡോ വൈറസ് പരിശോധന പ്രയോജനപ്പെടും. നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട രോഗലക്ഷണങ്ങൾ പ്രകടമാക്കാത്തവരിൽ അണുബാധ കണ്ടെത്താനും ഇത് ഉപകരിക്കും. മലപ്പുറം ചങ്ങരംകുളത്ത് മൂക്കുതല പി ചിത്രൻ നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 200 മീറ്റർ സിന്തറ്റിക് ട്രാക്കും നാച്ചുറൽ ടർഫും വിദ്യാർത്ഥികൾക്കായി തുറന്നുകൊടുക്കും. ഇന്ന് വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. പി നന്ദകുമാർ MLA അധ്യക്ഷനാകും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓണ അവധി ആഘോഷിക്കാൻ ഇടുക്കിയിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക്. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. DTPCയുടെ നിയന്ത്രണത്തിലുള്ള ഇടുക്കിയിലെ 10 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഒരാഴ്ചക്കിടെ എത്തിയത് 81,105 സന്ദർശകരാണ്. വാഗമണ്ണിന്റെ മനമയക്കുന്ന ദൃശ്യസൗന്ദര്യം ആസ്വദിക്കാനാണ് കൂടുതൽ പേരും എത്തിയത്. ഇതിനു പുറമെ വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള തേക്കടി, ഇരവികുളം ദേശീയോദ്യാനം, തൊമ്മൻകുത്ത് എന്നിവിടങ്ങളിലും മലങ്കര, അയ്യപ്പൻകോവിൽ, ആനയിറങ്കൽ എന്നീ സ്ഥലങ്ങളിലും ഒട്ടേറെ സന്ദർശകർ ഓണാവധി ആഘോഷിക്കാനെത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 328 പോയിന്റ് ഉയർന്ന് 81,052-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 108 പോയിന്റ് നേട്ടത്തിൽ 24,826-ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ. CP രാധാകൃഷ്ണൻ NDA സ്ഥാനാർത്ഥി. പ്രതിപക്ഷത്തു നിന്നും B സുദർശൻ റെഡ്ഡി മത്സരിക്കും. പാലക്കാട് സ്മാർട്ട് സിറ്റി നിർമ്മാണത്തോടനുബന്ധിച്ചുള്ള വ്യവസായ ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സ്മാർട്ട് സിറ്റിയുടെ വികസന സാധ്യതകൾ ചർച്ചയാകും.
സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക ഘോഷയാത്ര ഗവർണർ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള തൃശൂരിലെ പുലികളി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അധ്യാപക സമൂഹത്തിന്റെ പ്രവർത്തനം തലമുറകളുടെ നവനിർമ്മിതിക്കായെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.